Good morning to all. Good morning, Miss. Okay, morning. Unmuted ആണല്ലോ. നിങ്ങളുടെ ക്ലാസ് എടുത്തില്ല? Good morning, ma'am. Morning, ma'am. Yeah, morning. Good morning, ma'am. Morning. എന്താണ് പതിവില്ലാതെ ഒരുപാട് ഗുഡ് മോർണിംഗ് ഉണ്ടല്ലോ. ഇത് വെച്ച് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ മാത്രം ഞങ്ങൾ ആക്റ്റീവ് ആവുന്നു. അത് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇനിയിപ്പോ ചില സമയങ്ങളൊന്നും നോക്കാനില്ല. എനിക്ക് തോന്നുന്നു ഈ മാസം കൂടി ഉള്ളൂ ക്ലാസ് എന്ന് തോന്നുന്നു. ആണോ? ആണോ? അതെ. ഓക്കെ. ഇനി ചില സമയങ്ങൾ എന്തിനാണ് ഉള്ള സമയം എൻജോയ് ചെയ്തിരിക്കുക, അത്രേ ഉള്ളൂ. അത് ചില ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ മിസ് ഇത് അൺമ്യൂട്ട് ആക്കുന്നത്. അല്ലാത്ത ക്ലാസ്സിലെല്ലാം അൺമ്യൂട്ട് ചെയ്ത് വെക്കും. സോറി, മ്യൂട്ട് ചെയ്ത് വെക്കും. ഈ ഒരു ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ അൺമ്യൂട്ട് ആക്കി വെച്ചത്. ഓക്കെ, എല്ലാം പോയി. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായത് വന്നിട്ട് കഴിഞ്ഞു, ഇനി മിണ്ടില്ല. സുഖമായിട്ടിരിക്കുന്നു. മിസ്സിന് സുഖമാണോ? പിന്നെ സുഖം. ഓക്കെ, അപ്പോ ടെൻത്ത് കംപ്ലീറ്റ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കുന്നുണ്ടോ? പഠിച്ചോ? അല്ലെങ്കിൽ മനസ്സിലായോ? ചെറുതായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റോറീസ് ട്രാൻസ്ലേറ്റ് ചെയ്താലോ? ഒരു മലയാളം സ്റ്റോറി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലോ? എല്ലാ ജെൻസും പഠിച്ചല്ലോ, നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, റെഡി ആണോ? ഓക്കെ മിസ്. മലയാളമാണ് കേട്ടോ, ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ പറയട്ടെ, ബുക്ക് എടുത്തോളൂ കേട്ടോ. ബുക്ക് എടുക്കുക. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. കഥ കേൾക്കുമ്പോ ചിരിയൊന്നും വരണ്ട, ചുമ്മാ ഒരു ടെൻഷന് വേണ്ടിയിട്ട് തോന്നിയൊരു കഥ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർവക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കിണർവക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു.
ഓക്കെ, ഒന്നുകൂടെ വായിക്കാട്ടോ. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർവക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു സ്റ്റോറിയാണ്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ടെൻസ് ശ്രദ്ധിക്കുക, ഓരോ വേർഡ്സ് ശ്രദ്ധിക്കുക. ബെറ്റർ ആയിട്ടെങ്കിൽ നമുക്ക് ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ നോട്ട് ചെയ്യാം. ദെൻ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. ചുമ്മാ അടുത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, മനസ്സിലായോ? ഓരോ വേർഷനാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ, അതിനുശേഷം എന്നോട് പറയൂ. എല്ലാവരും ഒരു അല്ലെങ്കിൽ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോവാം. ഓക്കെ, പറയൂ കേട്ടോ.
ഇതെന്താ ഇത് ഒരു സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇത്രയും ടൈമോ? അറിയാൻ കഴിഞ്ഞോ? ഒരു അനക്കമൊന്നും ഇല്ലല്ലോ. പോയോ എല്ലാവരും? ക്ലാസ്സിൽ ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ടോ ക്ലാസ്സില്? ആക്ടിവിറ്റി പറഞ്ഞപ്പോ ഇനി പരിസരത്ത് ആരും ഉണ്ടാവില്ല. കേൾക്കുന്നുണ്ടോ? അമ്മേ ഓഡിബിൾ? യാ ഉണ്ട് അല്ലേ? ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യണം. ഓക്കെ നിങ്ങൾ കിടക്കാം.
ഓക്കെ, ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഏത് ടെൻസ് ആണെന്ന് നോക്കിയേ നിങ്ങള്. ഏത് ടെൻസ് ആയിരുന്നു? എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. ഓരോ സെന്റൻസും പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ എന്നാല്. ഫസ്റ്റ് എന്താ? ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. There was a kind king in a place. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു അല്ലെ? There was a kind king in a place. ഇങ്ങനെ പറയാൻ വേണ്ടി there was a kind king. Once upon a time there was a kind king or a good king. എന്ത് വേണമെങ്കിലും പറയാട്ടോ, അതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ വേർഷൻ ഞാൻ പറയാണ്. There was a kind king in a place. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. The king's daughter was very beautiful. The king's daughter was very beautiful. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളോ എന്താണല്ലേ അഡ്ജക്റ്റീവ് ആഡ്വർബ് ഒക്കെ എന്തെങ്കിലും ആക്കാട്ടോ. സോറി, അഡ്ജക്റ്റീവ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല അല്ലോ അല്ലെ. ടെൻസ് വൈസ് മിസ്റ്റേക്ക് ഉള്ളത് മാത്രം നോക്കിയാൽ മതി. വൊക്കാബുലറി കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, അപ്പൊ the king's daughter was extremely beautiful. കിങ്സ് എന്ന് പറയുമ്പോൾ അപ്പോസ്ട്രോഫി എസ് ആണ്. രാജാവിന്റെ എന്ന് പറയണമെങ്കിൽ അപ്പോസ്ട്രോഫി എസ് ആണ് യൂസ് ചെയ്യേണ്ടത്. Okay, the king's daughter was very beautiful. And ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. The princess had a golden ball which was shining like the sun. Okay, shining like the sun. സൂര്യനെ പോലെ തിളങ്ങുന്ന. Okay, shine like the sun എന്ന് വേണമെങ്കിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല. That വേണമെങ്കിൽ യൂസ് ചെയ്യാം. വിച്ചിന് പകരം that യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ the princess had a golden ball which or that was shining like the sun. And എന്താണ്? അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അത് past tense ആണ് അല്ലെ? She liked to play the garden. അല്ലെ? Liked ആണ്, liked past tense ആണ്, future form ആണ്. Okay, അപ്പോൾ she liked to play the garden. Play in the garden എന്ന് പറഞ്ഞു. പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. She liked to play in the garden. Then രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. When the princess was playing in the garden, when the princess was playing, a day golden ball fell into the nearby well. അതായത് രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഒരു ദിവസമാണ് അല്ലെ? അപ്പോ when the princess was playing a day, ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. When the princess was playing a day, എന്ത് വീണു? Golden ball fell into a nearby well. A golden ball fell into a nearby well. Okay, clear ആയോ? When the princess was playing a day, when the princess was playing a day, golden ball fell into a nearby well. Then രാജകുമാരി കരയാൻ തുടങ്ങി. The princess started to cry. The princess started to cry. Then കിണറുവക്കിലിരുന്നെടുത്ത അവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. യൂസ് ചെയ്തത് അല്ലെ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. A frog sitting beside the well was seeing all these. These are not this. Okay, a frog sitting beside the well. A frog was sitting beside the well, was watching all these. എല്ലാം കാണുന്നുണ്ടായിരുന്നു. Was seeing all these. കാണുന്നുണ്ടായിരുന്നു. Was seeing all these. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞാലും ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഞാൻ എന്റെ വേർഷൻ പറഞ്ഞു, നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് വായിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. There was a kind king in a place. The king's daughter was very beautiful. The princess had a golden ball which was shining like the sun. She liked to play in the garden. When the princess was playing a day, golden ball fell into a nearby well. The princess started to cry. A frog sitting beside the well was seeing all these.
Okay, is it clear? Okay ആണോ? പക്ഷെ നിങ്ങൾ ഒരു വിധം ഒരു വിധമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്തപ്പോ, അല്ലെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയേ? പറയൂ. ടെക്സ്റ്റ് ചെയ്തവരുടെ ഒപ്പീനിയൻ പറയൂ, മീൻസ് ഫീഡ്ബാക്ക് പറയൂ. എന്താണ്? കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നി. കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നി. എത്രയെങ്കിലും എഴുതാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ചു ആരെങ്കിലും? ടെൻസ് പഠിക്കുന്നതിന് മുൻപാണ് ഈ സ്റ്റോറി പറഞ്ഞതെങ്കിൽ നിങ്ങൾ എങ്ങനെയും നിങ്ങൾക്കിത് പറ്റോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റോ? ഇല്ലില്ല. ഓക്കെ, അപ്പോ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട് അല്ലേ? നിങ്ങൾ ഒറ്റ വാക്കില് ഉത്തരം പറയുന്ന ടീമാണോ? അല്ല. അല്ല. ഓക്കെ, ബാക്കി ആരും മിണ്ടുന്നില്ലല്ലോ. ചിത്ര, ജാസ്മിൻ, ലയന പറയൂ. ഷാമിന, എങ്ങനെയുണ്ടായിരുന്നു? നേരത്തെ അപേക്ഷിച്ച് ബെറ്റർ ആയി മാം. ഒരുപാട് ബെറ്ററായോ? ഒരുപാടല്ല, നേരത്തെ ഇത്രയൊന്നും എഴുതാൻ പറ്റത്തില്ലായിരുന്നു, അപ്പൊ അതിനെ അപേക്ഷിച്ച് ഇപ്പൊ ബെറ്റർ ആയി. നമുക്ക് 6th month കൊണ്ട് നമ്മൾ 3 ഇംപ്രൂവ് ചെയ്തില്ലേ? അതന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കണ്ടിന്യൂ ചെയ്യുക അല്ലെ? ഇംഗ്ലീഷ് നമ്മൾ ഒരുവിധം പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒരുവിധം നമുക്ക് അറിയാം, ബേസിക് നമുക്ക് അറിയാം. ഇനി കണ്ടിന്യൂ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം കണ്ടിന്യൂ ചെയ്യുക. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, അത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. വൊക്കാബ് അല്ലെ? ടെൻസ് പഠിച്ചെന്ന് വിചാരിച്ച് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ പെട്ടെന്ന് തന്നെ നമുക്കത് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് വൊക്കാബുലറി അല്ലെ? വൊക്കാബുലറി നമുക്ക് അത്യാവശ്യം അറിയില്ലെങ്കിൽ നമുക്ക് എത്ര ടെൻസ് അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഒരു എന്താണ് പറയുന്ന പോലെ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഒരു യൂസ്ഫുൾ അല്ലാത്ത പോലെ തോന്നും. കാരണം ഇതാണ് കേട്ടോ, വൊക്കാബുലറി ആണ്. കാരണം നമുക്ക് ചുറ്റുള്ള വേർഡ്സോ അല്ലെങ്കിൽ ചുറ്റും ചെയ്യുന്ന നടക്കുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സ് അറിയില്ല. അത് വളരെ ഒരു എന്താണ് വളരെ ഒരു എന്താ പറയാ, മോശമാണെന്ന് വെച്ചാൽ അതേ തന്നെ പറയണം. കാരണം ഇതുവരെ അത് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടില്ല, മീൻസ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പൊ ഇനി മുതൽ ചെയ്യണം, പഠിക്കണം. വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്, അത് ഇംപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെന്റൻസ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ, വിതൗട്ട് എനി മിസ്റ്റേക്സ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. വൊക്കാബുലറി ക്ലാസ്സിൽ പറഞ്ഞതില് അത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. എന്നാലും മാക്സിമം ഞാൻ കുറച്ച് വേർഡ്സ് ഞാൻ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രം പോരാ, ചുറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച വേർഡ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനും കൂടെ തയ്യാറാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ഫ്ലുവന്റ് ആകും. ഫ്ലുവന്റ് അല്ല, നമുക്ക് സംസാരിക്കാൻ ഒരു പേടി ഇല്ലാതെ ആവുന്നത് അപ്പോഴാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോയാലോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എഴുതിക്കോളൂ. ഇതിലെ ക്യാരക്ടറിന്റെ പേര് ജാക്ക് എന്നാണ് കേട്ടോ, മിസ്റ്റർ ജാക്ക്. ഓക്കെ, എന്നൊക്കെ എളുപ്പമുള്ള പേര് എഴുതുക, ജോണോ അങ്ങനെ എഴുതുക. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക്
മിസ്റ്റർ ജാക്ക് പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജാക്കിന് പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും മലയാളത്തിലേക്ക് അറിയില്ല കേട്ടോ. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. സമയം ചിലവഴിക്കാൻ എടുക്കുന്നു കേട്ടോ. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിന് അടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. കോമഡ അധികം ആളുകളുമായി സംസാരിക്കുകയില്ല. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. അവനൊരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അധികം ആളുകളുമായി സംസാരിക്കുകയുമില്ല. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. ഒരുമാതിരി സ്റ്റോറി അല്ലേ? ഓക്കെ, അപ്പോ ക്ലിയർ ആയോ? എഴുതി കഴിഞ്ഞോ? ഞാൻ ഒന്നുകൂടെ വായിക്കാം കേട്ടോ. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിനടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അധികം ആളുകളുമായി സംസാരിക്കുകയുമില്ല. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി.
ഓക്കെ, എന്തായാലും ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരൂ. ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒന്നും നോക്കിയത് കേട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കഷ്ടപ്പെട്ട് എഴുതാം. ഓക്കെ, ഓക്കെ ആണല്ലോ? അപ്പോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഇനിയിപ്പോ അധികം ക്ലാസ്സസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും 10ാമത്തെ ക്ലാസ്സിലെ കുറച്ച് നോട്ട്സ് ഒക്കെ ആയിട്ട് തരാം. ഓക്കെ, ദെൻ ഞാൻ ഇപ്പോഴെങ്കിലും എന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതിന് തൊട്ട് മുന്നാടി ഞാൻ എന്റെ ക്ലാസ്സിന്റെ ഒപ്പീനിയൻ ചോദിക്കോട്ടോ. ആ ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടതാണ് കേട്ടോ. ഓക്കെ, എന്റെ ക്ലാസ്സിനെ കുറിച്ചും സ്മാർട്ട് സ്റ്റഡിയെ കുറിച്ചും നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഇത്രയും നാളെ നമ്മുടെ 6 മന്ത് ഇത്രയും നാളായി നമ്മുടെ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്നു, അതിനെ കുറിച്ച് എക്സ്പീരിയൻസും ഫീഡ്ബാക്കും റിവ്യൂസും എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടതാണ്. സോ പറ്റുവാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ നോക്കി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മിസ്. Yeah, Thank bye you, ma'am. all.